റെസിപ്പി കിങ് ഫിഷ് ബിരിയാണിയാണ്. ഞാൻ കിങ് ഫിഷ് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പ് ഒരു സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തത്. അത് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം കൂടുതലാണെങ്കിൽ. ഇനി അതിനകത്തേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. അതിനകത്തേക്ക് നാരങ്ങ പിഴിഞ്ഞത്, ഞാനൊരു 1/2 കഷ്ണം നാരങ്ങ പിഴിഞ്ഞെടുത്ത് ആ നീരും കൂടെ അതിനകത്ത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഇനി നമ്മൾ ഓരോ മീനെടുത്തിട്ട് അതിനകത്തേക്ക് ഈ മസാല നന്നായിട്ട് ആഡ് ചെയ്ത് വയ്ക്കുകയാണ്. നല്ലോണം തേച്ച് കൊടുക്കുകയാണ്. ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇതിനകത്തേക്ക് മസാല ഇറങ്ങിയാൽ മതി. നമ്മൾ ബിരിയാണിക്കുള്ള മസാല വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫിഷിനകത്തേക്കും മസാല ചേർത്തിട്ട് ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ കുറച്ച് കൂടുതൽ ഫിഷ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പീസ് വേണം ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഫിഷ് എടുക്കുക. ഞങ്ങൾക്കിപ്പോൾ രണ്ട് നേരത്തേക്ക് കഴിക്കാമെന്നുള്ള 2-3 നേരത്തേക്ക് കഴിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കൂടുതൽ ഫിഷ് എടുത്തതാണ്. കണ്ടോ, എപ്പോൾ ഞാൻ മസാല തേച്ചാലും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇവിടെ ഒരു പൊട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാവും. ഈ നഖത്തിന് താഴെ ചെറിയൊരു പൊട്ടുണ്ട്. ഞാൻ ഓരോന്ന് ട്രൈ ചെയ്തിട്ടും അത് മാറുന്നില്ല. എന്തോ കാൽസ്യക്കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അത് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അരി, ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അരി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. കപ്പ് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി. ഇനി അരി 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം ഊറ്റി നമുക്ക് വയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ അരി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ബസ്മതി റൈസ്, ബിരിയാണിക്കുള്ള റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനകത്ത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ കുക്കറിൽ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണ്ട സ്പൈസസ് ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ ഞാൻ 4 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനൊരു എക്സ്ട്രാ സാധനം ചേർക്കുന്നതാണ് ഈ ബ്ലാക്ക് ലെമൺ. അതായത് ഉണങ്ങിയ നാരങ്ങയാണ്. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലെമൺ ടേസ്റ്റ് വരും. അപ്പം ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും അത് ചേർക്കും. ഇനി ഞാൻ വെള്ളം ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഒരു ഫ്രൈ ആക്കല്ല, ആ എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. കുറേ നേരം ഒന്ന് സോട്ട് ചെയ്യേണ്ട, ഒരു 10-20 സെക്കൻഡോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഞാൻ വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് എടുത്ത സ്ഥിതിക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് എനിക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ അളവ് ശരിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിനകത്ത് നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ എപ്പോഴും നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ ഉപ്പിടുക. ആദ്യം ഒന്ന് ഉപ്പിട്ട് നോക്കിയിട്ട് ഒരു രീതിയിൽ, കാരണം അരി വേവുമ്പോൾ അതിനകത്ത് ഉപ്പ് വരണം. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർക്കുക കേട്ടോ. കുക്കർ അടച്ച് എക്സാക്ട്ലി 1 വിസിലാവുമ്പോഴേക്കും നമ്മൾ ഇതെടുത്ത് മാറ്റി വയ്ക്കണം. ബസ്മതി റൈസ് ആകുമ്പോൾ വേഗം വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 1 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മൾ അടുത്ത അടുപ്പിൽ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ പാത്രത്തിൽ വെച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെയാണ് ഞാൻ ബിരിയാണി ദമ്മാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്ന ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പം വല്ലാതെ ഫിഷ് ഫ്രൈ ആയി പോകണ്ട, ഒരു മീഡിയം റെയർ കുക്ക് ആയാൽ മതി. കാരണം ബിരിയാണി ദം ചെയ്യുമ്പോൾ പിന്നെ ഇത് വേവാനുള്ളതാണ്. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മറിച്ചിട്ടു.
അപ്പോൾ ആ ഒരു വേവ് മതിയാവും. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമ്മുടെ മസാല റെഡിയാക്കാണ്. ഞാനൊരു 2 സവാളയാണ് എടുത്തേക്കുന്നത്. 2 സവാള വാട്ടിയെടുക്കാം. സവാള അത്യാവശ്യം നല്ല രീതിയിൽ കുക്കാവണം. അതുവരെ നമുക്ക് ഒരു 5 മിനിറ്റ് 3-4 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലാണ് നല്ല രീതിയിൽ കുക്കാവുക. ഏകദേശം സവാള കുക്കായി. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാണ്. 1 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ ബിരിയാണി ഗരം മസാലയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്നത്, ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഗരം മസാല ഞാൻ 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈയിൽ ഓൾറെഡി ചേർത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചേർക്കുന്നത്. അധികം ആയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം 1 ടീസ്പൂൺ ഇവിടെ ചേർത്തു. മറ്റേ ഫിഷ് ഫ്രൈ ചെയ്തതിൽ 2 ടീസ്പൂണും ചേർത്തപ്പോൾ 3 ടീസ്പൂണായി. ഇനി 2 പച്ചമുളക് 2-3 പച്ചമുളക് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളി പേസ്റ്റാക്കി വെച്ചതാണ്. ഞാൻ 1 തക്കാളിയാണ് പേസ്റ്റാക്കി വെച്ചേക്കുന്നത്. ചിലർ കൂടുതൽ തക്കാളി ചേർക്കും. അപ്പോൾ ഞാൻ ലെമൺ ചേർത്തത് കൊണ്ട് തക്കാളി കൂടുതലായിട്ട് ചേർക്കുന്നില്ല. ഇപ്പോൾ 1 തക്കാളി ഞാൻ പേസ്റ്റാക്കി വെച്ചതാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അളവുകൾ കൂട്ടിയെടുക്കാം. അത് നല്ലോണം വെന്ത് വരണം. തക്കാളി ചേർത്തിട്ട് അത് നല്ല ഒരു 2 മിനിറ്റോളം നമ്മളത് വേവിക്കണം. ഏകദേശം വെന്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ തൈരാണ് ഇടുന്നത്. പിന്നെ 1 കൈപ്പിടിയോളം മല്ലിച്ചപ്പ്. ഇത്രയാണ് ബിരിയാണിക്കുള്ള മസാലയ്ക്ക് ഞാൻ ചേർക്കുന്നത്. ഏകദേശം ഇപ്പം ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഐറ്റംസും നമ്മൾ ആഡ് ചെയ്തു. ഇത് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. കണ്ടോ, എണ്ണ തെളിഞ്ഞു വന്നില്ലേ? അപ്പോൾ ആ ഒരു രൂപത്തിലാവുമ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. കാരണം തക്കാളി നമ്മൾ കുറച്ചാണ് ചേർത്തുള്ളൂ. അതുകൊണ്ട് ലെമൺ ജ്യൂസ് കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഈ മസാലേൻ്റെ മുകളിൽ കൂടെയൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നല്ല രീതിയിൽ കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഇനി അധികം എല്ലാം കുക്ക്ഡായി, ഇനി അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ദം ചെയ്താൽ മതി. അപ്പോൾ മീനെല്ലാം നമ്മുടെ നിരത്തി വെച്ചേക്കാണ്. പക്ഷേ എനിക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പം ഫിഷ് എന്തോ പൊട്ടിപ്പോയി. ഇങ്ങനെ പെർഫെക്റ്റായിട്ട് എനിക്ക് കുറേ ഫിഷ് കിട്ടിയില്ല. അത് എന്താ പ്രശ്നം എന്നറിയത്തില്ല. ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി റൈസ് 2 ടൈമായി. അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം എന്താ സ്ഥിതിയെന്ന്. ഓക്കെ, ആക്ച്വലി ഞാൻ കുറച്ച് നേരം കൂടുതൽ റൈസ് അടച്ച് വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് സ്റ്റിക്കിയായി. പക്ഷെ നമ്മൾ ദം ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ അത് റൈസ് ഓക്കെ ആയിക്കോളും. കുഴപ്പമൊന്നുമില്ല. റൈസ് നല്ല രീതിയിൽ നല്ലോണം വെന്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വിസിൽ അടിച്ചതിന് ശേഷം എടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ റൈസ് ബസ്മതി വെന്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ റൈസ് നമുക്ക് ഈ ദം വെച്ചതിനകത്ത് മുകളിലേക്ക് വെതറി കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് മുകളിലിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റൈസിലേക്കൊക്കെ ആ ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഇറങ്ങിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അടച്ചിട്ട് ദം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. ദമ്മൊക്കെ റെഡിയായി. ഞാൻ ഇനി തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആദ്യം
ഓക്കെ, റൈസ് നേരത്തെ കുറച്ച് സ്റ്റിക്കി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ റൈസ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ദം ചെയ്തതിന് ശേഷം. അപ്പോൾ ആദ്യം ഈ ഫിഷ് ഓൾറെഡി പൊട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫിഷ് അപ്പോൾ അതിന് മുന്നേ ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് ആദ്യം ഇതിനകത്തുനിന്ന് ഫിഷ് എടുത്ത് മാറ്റണം. അപ്പോൾ ഇപ്പോൾ എടുത്ത് മാറ്റുമ്പോൾ തന്നെ പെർഫെക്റ്റ് ഷേപ്പിൽ എനിക്ക് കിട്ടിയില്ല, എല്ലാം കുറേ പൊട്ടിപ്പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രം കഴിക്കുന്നതുകൊണ്ട് ഷേപ്പ് ഒരു പ്രശ്നമില്ല, ടേസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്ന ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഷേപ്പും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഷേപ്പിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പിന്നെ ഞാൻ എല്ലാ ഫിഷിനും അടിയിൽ നിന്ന് എടുത്തിട്ട് ഫിഷുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ റൈസ് മിക്സ് ചെയ്യാം. ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യേണ്ട, കുറച്ച് വൈറ്റ് റൈസും കുറച്ച് മസാല റൈസും എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് അത് കാണാനും ഒരു ഭംഗി. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ ബിരിയാണിയിൽ അധികം മസാല ഇല്ല, എന്നാലും ഉള്ള മസാല ജസ്റ്റ് കുറച്ച് വൈറ്റ് റൈസും കുറച്ച് മസാല റൈസും ഉള്ള രീതിയിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മീനുകളെല്ലാം ഇതിനകത്തേക്ക് ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയ ഒരു ഫിഷ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ മീനും അതിനകത്ത് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇനി കഴിച്ച് നോക്കിയാലോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു എക്സ്ട്രാ സാധനം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങാ ചമ്മന്തി. തേങ്ങയിൽ ജസ്റ്റ് പച്ചമുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്, പക്ഷേ ഈ ബിരിയാണീൻ്റെ കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം. തേങ്ങ ചമ്മന്തി റൈസിൽ മിക്സ് ചെയ്തിട്ട് കിങ് ഫിഷിൻ്റെ ഒരു കഷ്ണം കൂടി എടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്